മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനെയും വാമദേവനെയും കോടതിയിലിട്ട് കണ്ണനും അനന്തവും പൊളിച്ചെടുക്കുന്ന എപ്പിസോഡ് തന്നെയാണിന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ മഞ്ജു സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിൽ ചെന്ന് പ്രതാപനെയും വാമദേവനെയും വായിൽ വന്നതെല്ലാം മഞ്ജു പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. എന്നോട് ഈ ദ്രോഹം ചെയ്താൽ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങളെ കോടതി വെറുതെ വിട്ടാലും മാർക്കോയെയും കൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ശരിയാക്കിക്കും. ഇനി അനുഭവിക്കാൻ പോകുന്നത് നീയല്ല, നിൻ്റെ മോളായിരിക്കും ഇവിടെ പ്രതാപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതാപനെ കുറേ ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാമദേവനെ നല്ല ചീത്ത പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ സീമന്തിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. സീമന്തിനി ഡോറ് തുറന്നതും മഞ്ജുവിനെ കണ്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മകൻ? അവനെ എനിക്കൊന്ന് കാണണം. നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ ഭർത്താവ് ജയിലിലായത്? ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞ കാര്യമല്ല മോളെ. അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഞങ്ങളെ ഇപ്പോൾ അനുഭവിക്കണേന്ന് പറയുമ്പം അയാൾ ചെയ്തതിനൊക്കെ നിങ്ങൾ സപ്പോർട്ടല്ലായിരുന്നോ? എന്തായാലും എൻ്റെ ഉണ്ണിയേട്ടനും അമ്മയും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ അവർ എന്തായാലും അടിച്ചവിടെ നിന്ന് ഇറക്കും. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മോനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മേഘനാഥനെ കാണാനായിട്ട് മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ അനങ്ങാതെ തന്നെ കിടക്കാണ്. മഞ്ജു ചെന്നിട്ട് മേഘനാഥനെ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിൻ്റെ പെങ്ങളിനി വിവാഹം കഴിക്കാതെ മൂത്ത് നിറച്ച് ഇവിടെ നിൽക്കുള്ളൂടാ. എൻ്റെ അച്ഛനെ കൊന്നാൽ നിൻ്റെ അച്ഛനെ വെറുതെ വിടാനൊന്നും പോകണില്ല. ഇനി നീ എങ്ങാനും അനങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാർക്കോനെയും ലോപ്പസിനെയും പറഞ്ഞു വിട്ട് നിൻ്റെ കൈയും കാലും ഞങ്ങൾ തല്ലി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ മേഘനാഥനെ മഞ്ജു നല്ലോണം പേടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജുവിന് ദേഷ്യം വന്നിട്ട് മഞ്ജു ഇവൻ്റെ കൊങ്ങക്ക് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം സീമന്തിന് വന്നിട്ട് എന്താ മോളെ നീ ചെയ്യണ അനങ്ങാതിരി എന്നും പറഞ്ഞ് മഞ്ജുവിനെ മാറ്റി വിടുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഞാൻ മാത്രമല്ല സാഹറേട്ടനെയും കൊണ്ടുവരും. അതെന്തിനാണെന്നറിയോ? ഇവനൊക്കെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ഇല്ലാതാക്കാനാ മാർക്കോനോട് പറഞ്ഞ് ഇവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യണം. എന്തായാലും ഞാനിപ്പോൾ പോവാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഞ്ജു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓരോ ഫയലുകൾ ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് ഉണ്ണി വരുന്നുണ്ട്. ഉണ്ണി വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം അപ്പോൾ നീ സ്റ്റേഷനിൽ പോയിട്ട് അവരോടൊന്നും ചോദിച്ചില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനല്ലല്ലോ പറഞ്ഞേ, കോടതിയിലേക്ക് വരാനല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ സ്റ്റേഷനിൽ പോയെന്ന് ചോദിക്കുമ്പം അല്ല എന്താ സത്യം എന്ന് അറിയാൻ വേണ്ടി പോയതാ, എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലല്ലോ, എന്തായാലും നാളെ കോടതിയിലേക്ക് വാ, അപ്പോൾ സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് എന്ത് തെറ്റാ അവർ ചെയ്തതെന്ന് ചോദിക്കുമ്പം അതെന്താണെന്നുള്ളതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോൾ നേരിട്ട് ബോധ്യപ്പെടും. നീ വരുമ്പോൾ അമ്മേനെയും കൊണ്ടുവരെ. എന്തായാലും ഇത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എന്നോടും മഹാലക്ഷ്മിയോടുമുള്ള വൈരാഗ്യമൊക്കെ മറന്ന് നീ അവരെ വെറുക്കണ ആ സമയം വരാൻ പോണ, കോടതിയിൽ വെച്ച് എല്ലാം നിനക്ക് ബോധ്യപ്പെടുമെന്ന്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്തുനിന്ന് സത്യാവസ്ഥയൊന്നും കിട്ടാഞ്ഞിട്ട് തന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട്, എന്തോ തക്കതായ കാര്യമുണ്ട് അമ്മേ, നമ്മളെയും കൂടി ബാധിക്കണ കാര്യമാണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഇനി മുതൽ അമ്മാവനക്കും മേഘേട്ടനക്കും അയാൾ കൊടുത്തുകൊണ്ടിരുന്ന പണം നിർത്തും, എൻ്റെ പൈസയും നിർത്തുമെന്നാണ് തോന്നണേന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനി നീ എങ്ങനെ ജീവിക്കൂടാ? എനിക്ക് തോന്നണേ ഇയാൾ മനഃപൂർവ്വം അവരെ കുടുക്കിയതാണ്. എന്തായാലും കരുണയോടുള്ള ദേഷ്യത്തിന് ഇയാൾ അങ്ങനെയൊക്കെ ചെയ്തേക്കണേ. കരുണയ്ക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കണേ എങ്ങനെയാണ്? ആ മാതിരിയല്ലേ കരുണയെ എവിടെയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നേ. എന്തായാലും കരുണ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യണമായിരിക്കും. നമ്മളെന്തായാലും നാളെ കോടതി ചെല്ലുവാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയെ റൂമിലോട്ട് മാറ്റുന്നുണ്ട്. ആ സമയത്ത് കുഞ്ഞിനെ മോഹിനിയും ലേഹയും കൂടി ഒരുപാട് പുന്നാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ ഏത് നേരം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമൊന്നും വേണ്ട, അവിടെ കിടത്തിക്കോ, അമ്മയുടെ അടുത്തും കിടത്തണ്ട, തൊട്ടി കിടത്തിയാൽ മതി. അവരങ്ങനെ കുഞ്ഞിനെ കിടത്തി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഇന്നലെ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല മഹി, കേസ് പഠിക്കുമായിരുന്നു. എന്തായാലും ഇനി അവർക്ക് ജാമ്യം കിട്ടില്ല. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, അമ്മയുടെ ഭർത്താവിന് പരമാവധി ശിക്ഷ തന്നെ ഞാൻ വാങ്ങി കൊടുക്കുമെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല മോനെ, അവർ രണ്ടുപേരും ശിക്ഷ മേടിക്കാൻ അർഹരായവരാ, അവരത്ര നല്ലവരൊന്നുമല്ല, അതുകൊണ്ട് അവർക്കിത് ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ കരുണയുടെ കാര്യം പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനാവണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കോടതിയിൽ ഈ പ്രതാപൻ്റെ അമ്മ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വക്കീലും വന്നിട്ടുണ്ട്. അപ്പോൾ വക്കീലിനോട് പ്രതാപൻ്റെ അമ്മ ജാമ്യം കിട്ടൂലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഉറപ്പില്ല, എന്തായാലും നോക്കാമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട്, കോടതിയിൽ എന്തൊക്കെ നടക്കുമെന്നൊക്കെ എനിക്ക് അറിയാമെന്ന്. അതേസമയം പ്രതാപനെയും കൊണ്ട് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പ്രതാപനെ കണ്ടതും പ്രതാപൻ്റെ അമ്മ വന്നിട്ട് എസ് ഐയോട് പറയുന്നുണ്ട്, എനിക്ക് അവനുമായിട്ടൊന്ന് സംസാരിക്കണം സാറേ എന്ന് പറയുമ്പം എന്നാൽ നിങ്ങൾ സംസാരിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതാപനോട് പറയുന്നുണ്ട്. അതൊന്നും സൗണ്ടിൽ കാണിക്കണില്ല.
അത് സൗണ്ടില്ലാതെ തന്നെയാണ് കാണിക്കുന്നത്. സംസാരം കഴിഞ്ഞതും SI പ്രതാപനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്രതാപനെയും വാമദേവനെയും അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതും കണ്ണനും ഈ അനന്തവും കൂടി വരുന്നുണ്ട്. കണ്ണനും അനന്തവും വന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മകൻ ചെയ്തതിൻ്റെ ശിക്ഷയൊക്കെ അനുഭവിക്കാൻ പോവുക. ഇനി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മകൻ കൂടെ ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരയണമൊക്കെ ഉണ്ട്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തോരം ദ്രോഹ നിങ്ങളുടെ മകൻ ഇവരോടൊക്കെ ചെയ്തത്, അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കും, ഞങ്ങൾ അയാളെ വെറുതെ വിടാൻ പോണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി റെഡിയായി വരുമ്പോൾ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മയെ നമ്മൾ കോടതിയിലോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പോകാതെ ഏടത്തിനെ വിളിച്ചിട്ട് ഏടത്തി ഫോൺ എടുക്കണില്ല, എന്താ സത്യം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ, അതിന് നമ്മൾ കോടതിയിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ, നമുക്കിപ്പോൾ തന്നെ പോകാം, പോണ വഴിക്ക് നമുക്ക് ആ അമ്പലത്തിൽ കയറുമെന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടേക്കണ ആളാ അമ്മാവൻ, അതുകൊണ്ട് അമ്മാവന് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ദുർഗ ഉണ്ണി ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വക്കീലാണെങ്കിൽ വാമദേവനോടും പ്രതാപനോടും ഈ കൊലപാതകത്തെക്കുറിച്ച് ചോദിക്കുമ്പം വാമദേവനും പ്രതാപനും ഒരു മനസ്സറിവും ഇല്ലാത്തതുപോലെയാണ് സംസാരിക്കണത്. അങ്ങനെ വക്കീൽ കോടതിയിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രതികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അന്നാ മഴയത്ത് എൻ്റെ പ്രതിക്ക് അറിയാതെ സംഭവിച്ചു പോയ ഒരു ആക്സിഡൻറ്റ്, അത് ഈ പ്രതിയുടെ ലോറിയെ തട്ടിയെന്ന് പോലും തെളിവില്ല, അതുകൊണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് കോടതി ചോദിക്കുന്നുണ്ട്, വാദിഭാഗത്തുനിന്ന് വക്കീലൊന്നും ഹാജരില്ലേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഉവ്വ ഞാൻ ഹാജരായിട്ടുണ്ടെന്നും പറഞ്ഞ് കണ്ണൻ വേഗം തന്നെ ഈ വാമദേവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദുർഗയും ഉണ്ണിയും കോടതിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവർ കാറിൽ നിന്ന് ഇറങ്ങിയതും കോടതിയിലേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. ആ നേരത്താണ് നമ്മളുടെ കണ്ണൻ വാമദേവനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണെന്ന്. അന്നേരം വാമദേവനാണെങ്കിൽ ആകെ വെപ്രാളാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ മോനെ, ഞാൻ നിൻ്റെ അമ്മാവനാന്ന് പറയുമ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും വാമദേവനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മളുടെ ദുർഗയും ഉണ്ണി വാമദേവനും പ്രതാപനും ചേർന്ന് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുമോ, അത് കേട്ടിട്ട് ഈ വാമദേവൻ്റെ കർണത്തടിച്ചിട്ട് ദുർഗയും ഉണ്ണിയും പോവുകയും ചെയ്യുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.